ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ എൻ്റെ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം കുറേ നാളായി ഞാൻ യൂട്യൂബിലൊക്കെ ആക്റ്റീവായിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫെയർനെസ് പാക്കായിട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്ത് നോക്കണം. ഒത്തിരി യൂസ്ഫുള്ളാണ്. എല്ലാവർക്കും നന്നായിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റിയ നല്ല സിമ്പിൾ ആൻഡ് അടിപൊളി ഫെയർനെസ് പാക്കാണ്. നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ അടുക്കളയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉലുവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ കുറച്ച് ഉലുവ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാം തലേദിവസം. അതിനുശേഷം പിറ്റേ ദിവസം നമുക്കിത് എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് അല്പം മാത്രം പാല് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ദെൻ നമുക്ക് ഈ പേസ്റ്റ് കുറച്ച് തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരല്പം റോസ് വാട്ടറും അതുപോലെ തന്നെ രക്തചന്ദനത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ അടിപൊളി ഫേസ് പാക്ക്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് കുറച്ച് നേരം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് വെക്കാം. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 to 10 മിനിറ്റ് വരെയൊക്കെ ഒന്ന് നോക്കാം. എൻ്റെ മുഖത്ത് ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്തു. നമ്മുടെ എവിടെയൊക്കെ നമുക്ക് ആവാത്തതുണ്ടോ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേൾക്കാം, നമുക്ക് ചില്ല് ചെയ്യാം. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അടിപൊളിയാണ്. നല്ലൊരു കൂളിംഗ് ഏജൻ്റാണ് നമ്മുടെ ഈ ഫേസ് പാക്ക്. അടിപൊളിയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ്സിന് ശേഷം എൻ്റെ മുഖത്ത് അത്യാവശ്യമൊക്കെ വന്നിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും സംസാരിക്കരുത്. നന്നായിട്ട് വലിയുന്ന ടൈപ്പ് ഫേസ് പാക്കാണ്. അപ്പോൾ ഒട്ടും സംസാരിക്കാതെ നമ്മൾ ഇരിക്കേണ്ടതാണ്. ഇതിനുശേഷം നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് പാക്ക് കഴുകി കളയേണ്ടതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫേസ് പാക്ക് കഴുകി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി കുതിർത്തതിന് ശേഷം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഞാൻ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. മാമാ എർത്തിൻ്റെ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫേസ് പാക്ക് ഞാൻ കഴുകി കളയുന്നത്. നല്ല അടിപൊളിയായിട്ട് കഴുകി കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് കഴുകി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മുടെ മുഖം കഴുകേണ്ടതാണ്. ഇതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു ടർക്ക് ഉപയോഗിച്ച് നമ്മുടെ മുഖം നന്നായിട്ട് റബ്ബ് ചെയ്യാതെ വെള്ളമെല്ലാം ഒപ്പിയെടുക്കണം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതോടുകൂടി നമ്മുടെ ഫേസ് പാക്കിൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളി ഗ്ലോയി സ്കിൻ കിട്ടുന്നല്ല, നമ്മുടെ മുഖം നന്നായിട്ട് നല്ല റിഫ്രഷിങ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ റിഫ്രഷിങ് ആവും. അടിപൊളിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ്. എന്തായാലും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയാണ്. നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളി സ്കിൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഗൈസ്, ബൈ.